സ്വാഗതം. പുതിയൊരു വീഡിയോ ചിലപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങുന്നതായിരിക്കും. അത് ഇന്ത്യൻ പ്രൈവറ്റ് വീഡിയോസ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ തുടങ്ങുന്നതായിരിക്കും. നമുക്കൊന്ന് ആലോചിക്കാം. നമുക്ക് ഈ നേരെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പുതിയ വണ്ടി എടുത്തു, ഹെലികോപ്റ്ററിൻ്റെ വീഡിയോ. ഇന്ന് കയ്യാപ്പടിക്ക് മിഷനാണ്. ആ കയ്യാപ്പടിക്ക് നമ്മൾ അന്നൊരു ബുള്ളറ്റ് മിഷൻ കിട്ടി. അന്ന് ഒരു വെക്കേഷൻ ആയിരുന്നു. ഇതുവരെ വെക്കേഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ കുറേ വണ്ടി പുതിയതായിട്ട് അവർ കൊറിയർ ചെയ്ത് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അടിച്ചു കയറ്റാനാണ് മുന്നിൽ പോകുന്നത്. അപ്പോൾ നേരെ നമ്മുടെ ഓമിനെ എടുത്ത് കയ്യാപ്പടിക്കയിലോട്ട് വിടാം. അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞാൽ ആ വണ്ടി എന്ന് പറഞ്ഞാൽ കവാസാക്കി ZX-10R ആണ്. അപ്പം ആ വണ്ടി നമുക്ക് അടിച്ചു മാറ്റി പ്രജീവിന് കൈ കൊടുക്കണം. ചിലപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് നമ്മുടെ കൂട്ടുകാരെടുത്തോണ്ട് പോകും. ഒമിനിയൊന്നും എടുത്തോണ്ട് കൊണ്ടുപോകണ്ട. പിന്നെ ഇവിടെ ഒമിനി ഇങ്ങോട്ട് മാറ്റി ഇവിടെ ജാമറൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ കുറച്ച് ഹൈസ്കൂളിൽ പോകുമ്പോൾ ജാമർ വെക്കാറുണ്ട്. കാരണം തന്നെ ജാമർ വെച്ചാൽ പ്രത്യേകത അവിടെ താരൊക്കെ കിടപ്പുണ്ട്. ഒരു ബ്ലാക്ക് കാറാണ്. ഏത് കാറാണ് പിടി കിട്ടാത്ത? ഈ ജാമർ വർക്കാവുന്നുണ്ടോ ഞാൻ ചോദിച്ചിട്ട്. അപ്പോൾ ഗൈസ് പ്രദീപ് ജാമറൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ പ്രദീപിന്റെ ബൈക്ക് അവിടെ കിടപ്പില്ല. എനിക്ക് വന്ന സർവീസിന് കൊടുത്തു. പ്രദീപ് നമുക്ക് 1 lakh 2 lakh വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഡിഫൻഡർ അല്ലേ? അതെ ഗൈസ്, ബട്ട് നമ്മൾ തേടി വന്നത് ഈ വണ്ടിയല്ല. ഈ വണ്ടിയല്ലോ. ഓ കിട്ടില്ല താറ്. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? താറ് കിടപ്പുണ്ടല്ലോ. പക്ഷേ നമ്മൾ തേടി വന്ന വണ്ടി കാണുന്നില്ല. ഗ്യാരേജിലോട്ട് ഏത് കാണുന്നല്ലോ. പ്രദീപ് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ താറ് നോക്കിക്കേ, സെറ്റല്ല. ഇവിടെ താറ് കിടപ്പുണ്ട് കേട്ടോ. അവര് ഒളിപ്പിച്ച് വെച്ചാണെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മുടെ തേടി വന്ന വണ്ടി കിട്ടിയിട്ടുണ്ട്. ഈ വണ്ടി എടുത്തൊരു ടെസ്റ്റ് ഡ്രൈവിന് പോവാം. അപ്പോൾ വണ്ടി എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം തന്നെ ജാവറും അതിനു മുമ്പ് നമുക്ക് വണ്ടി എടുത്തു. കുറച്ച് നേരം എടുക്കും പോവാൻ. നമ്മള് ഇവിടുത്തെ നേരെ നമ്മുടെ ജമ്പില്ലേ, ജമ്പിലോട്ട് നമ്മള് ജമ്പ് ചാടിയിട്ടുണ്ട്. അറിയണ്ടേ നമുക്ക് ആ ഡിഫൻസ് കഴിച്ച് നോക്കിയാണ്. വണ്ടി ആ പെർഫോം ചെയ്ത് നോക്കിക്ക്. ചാടി തൂരിച്ചില്ല. നമ്മൾ തെറിച്ചു പോകും. ഇല്ല, നമ്മൾ സ്റ്റണ്ട് മാഫിയ. പ്രദീപ് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങിയിട്ട് വണ്ടി ഒന്ന് എടുത്തു. എന്നിട്ട് പ്രദീപ് എന്തിനാ വിളിച്ചത് ചോദിക്കട്ടെ. അപ്പൊ പ്രദീപ് വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യട്ടെ. കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും പ്രദീപിനോട് സംസാരിച്ചിട്ട് വരാം. ഗൈസ് അപ്പോൾ നമ്മുടെ പ്രദീപ് വിളിച്ചപ്പോൾ ഞാൻ വരെ ഞെട്ടിപ്പോയി. അപ്പോൾ ഗൈസ് എന്താ പ്രദീപ് പറഞ്ഞത് നമ്മുടെ എസ് പറയുന്നതായിരുന്നു. അപ്പോൾ ഗൈസ് എന്ന് പറഞ്ഞാൽ പ്രദീപ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ദാണ്ട് ഈ കിടക്കുന്ന മുതലിനെ തരാം. അതിന് പകരം പ്രദീപിനൊരു ഉപകാരം ചെയ്തു കൊടുക്കണം. ആ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ കായ പിടിക്കാൻ വേണ്ടി ഒരു ഡിഫൻഡർ ഉണ്ടല്ലോ, ആ ഡിഫൻഡർ ഒന്ന് എടുത്തു കൊടുക്കുമെന്ന് ചോദിച്ചു. കൂടെ ആ നമ്മുടെ പ്രദീപ് 1 ലക്ഷം കൂടി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയിട്ട് അപ്പൊ നമുക്ക് ഈ കിണ്ണം കാച്ച സാധനത്തിന് വീട്ടിൽ കൊണ്ടുവരാം. കിട്ടുന്ന സ്ഥലം കേട്ടോ, ഇത് തുറക്കുക. നമ്മുടെ വില്ലേജിൽ ജോലിക്കൊക്കെ പോയിട്ട് കുറെ
പിടിച്ചോണ്ട് നടന്നു. കൈ പിടിച്ച് നടന്നുകൊണ്ടിരുന്നതല്ലേ. ജോലി ചിലപ്പോ പോയി കാണും. കൊറേ ദിവസം നമ്മൾ പോയിട്ടില്ലായിരുന്നു. എന്താണ് മെസ്സേജ് ഒക്കെ ജോലിന്റെ ഗ്രൂപ്പിന്റെ അകത്ത് വരുന്നതാണ്. പക്ഷെ ഞാൻ നോക്കുന്നത് Guys, ഞാൻ ഇന്നലെ നമുക്ക് ആർസിക്ക് ഒരു കൂടുതൽ ഇന്നലെ ഞങ്ങള് ഈ ഉറക്കം നേരത്തെ നോക്കിയപ്പോൾ നമ്മുടെ ഈ ഗെയിമിനകത്ത് ഫോണിൽ MVD ഒരു മെസ്സേജ് ഇട്ടിരുന്നു. നോക്കിയപ്പോൾ അവിടെ ഒരു ക്യാമ്പിന് നമ്മൾ ഹെൽമെറ്റ് ഇടാതെ പോയി. അങ്ങനെ നേരെ നമ്മുടെ പോലീസ് പിടിച്ചിട്ടുണ്ട്. 1500 രൂപ ഫൈൻ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇന്നലെ തന്നെ അപ്പം തന്നെ അടച്ചു കേട്ടോ. നമ്മളെ ഇപ്പോൾ എന്തോ ഒരു ലക്ഷങ്ങളോ ഇതുണ്ടല്ലോ, ഇവിടെ നമ്മളൊന്നും നോക്കിയില്ല, അപ്പം തന്നെ അടച്ച്. ഇപ്പോൾ ഗൈസ് നമ്മൾ ഈ സൈക്കിൾ എടുത്തിട്ടായിരിക്കും പോകുന്നത്. മിഷൻ സൈക്കിൾ അല്ലേ? യെസ്. എത്ര എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ പ്രദീപേ അവൻ്റെ ഗാർഡ്സ് നമ്മുടെ ഇതെടുത്ത് കാണും. ഒമിനി ഗാർഡ്സ് ഒമിനി ഒന്നെങ്കിൽ അവിടെ കിടപ്പുണ്ടായിരിക്കും, അല്ലേ ഗാർഡ്സ് എടുത്ത് കാണും. ഗാർഡ്സ് എടുക്കാനാണ് കൂടുതൽ ചാൻസ് കൂടുതൽ. അല്ലേ എൻ്റെ ഒരു ഒമിനി എടുക്കാൻ അങ്ങോട്ട് പോകും. എൻ്റെ ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ ഒമിനി എടുത്തിട്ടില്ല. എൻ്റെ ഒരു ഇത് വെച്ചാൽ അവർ ഗാർഡ്സ് എടുത്ത് കാണും. ഞാൻ പറഞ്ഞില്ലേ ഗാർഡ്സ് എടുത്ത് കാണുന്നത് ഇവിടെയല്ലേ? എടുത്ത് കേട്ടോ ഗാർഡ്സ് എടുത്ത്. അത് എനിക്ക് തോന്നുന്നു ആ ഒമിനിയുടെ സർവീസ് ആകാറായിരുന്നു. 2-3 ദിവസമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ഈ വണ്ടി എടുക്കുമല്ലായിരുന്നു. ഇതിനൊരു കേസ് ഇപ്പോൾ നമ്മൾ ജാമറൊക്കെ പ്രദീപ് ഓണാക്കി തന്നിട്ടുണ്ട്. ജാമറിൻ്റെ പരിപാടിയെല്ലാം പ്രദീപിനാണ് കേട്ടോ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതെ, അതുകൊണ്ട് നമുക്ക് വേറെ സീനൊന്നുമില്ല. കാറും കൂടി എടുക്കണം. വേണ്ടല്ലേ പാവങ്ങൾ ഏതെങ്കിലും 2 വണ്ടി കിടക്കട്ടെ. ഈ ഡിഫൻഡർ അവർ ഇതുവരെ ഒരു പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല ഗൈസ്. നമ്മളാണ് അറിയണ്ടേ ആദ്യം. എന്നാലും പോലീസിന് കംപ്ലൈന്റ് അവർക്കൊരു CCTV വെച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷേ അതൊക്കെ നമ്മൾ ജാമറും വെച്ചേ നെറ്റ്വർക്കൊക്കെ പോയിട്ട് ജാമർ ഓൺ ആകുമ്പോൾ ജാമർ ഓഫ് ആകുമ്പോൾ നെറ്റ്വർക്ക് ജാമർ കുറച്ച് നേരത്തേക്കുള്ളൂ. ഒരു മണിക്കൂർ അരമണിക്കൂറൊക്കെ ഇരിക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, ജാമറിന്റെ ഒരു ഒച്ച കേട്ടായിരുന്നു. നമുക്കിതിനെ നമ്മുടെ പ്രദീപിന്റെ വീട്ടിൽ കൊണ്ടിടാനാണ് പ്രദീപ് പറഞ്ഞത്. ഇപ്പോൾ പ്രദീപിന്റെ വീടെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ അവർ ഫ്യൂലൊക്കെ അടിച്ചത് അല്ലാതെ സെറ്റാക്കിയിട്ട് എടുത്തുള്ളായിരിക്കും. ഇപ്പോൾ നമ്മുടെ പ്രദീപ് പറഞ്ഞതാണ് സെറ്റാക്കിയത്. അപ്പോൾ പ്രദീപിന് നന്നായിട്ട് കാശായി, നമുക്കും കാശായി. വേണമെങ്കിൽ നമുക്ക് ജോലിക്ക് പിരിയാം. എന്നാലും പക്ഷേ നമ്മൾ ജോലി ചെയ്യണ്ടേ? 500 രൂപയിൽ കിട്ടണ്ടേ? നമ്മളെല്ലാം എപ്പോഴും പ്രദീപിനെ കൈ പിടിച്ച് കിട്ടാണെന്നിട്ട് കാര്യമില്ലല്ലോ, അല്ലേ? നമ്മുടെ സ്വന്തം കാശ് കൊണ്ട് നമുക്ക് ചെയ്യണ്ടേ? അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ സ്വിഫ്റ്റ് എടുത്തുകൊണ്ട് പോയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഗൈസ്, ഹോപ്പ് ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരുന്നു. ബൈ ഗൈസ്.